ഹലോ. അപ്പോൾ പതിവ് പോലെ കോളേജൊക്കെ കഴിഞ്ഞൊരു 6-6:30 വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ മിലങ്കൂട്ടനെ ഞാൻ നീരജേച്ചിനൊന്ന് കൂട്ടാനും കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ കയറി കഴിഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞാൽ നീ വണ്ടിയുടെ ഡിക്കിയൊക്കെ തുറക്ക്, ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോഴേ എടുത്ത് വയ്ക്കാൻ എന്നോട് ചോദിച്ചത് അമ്മയെ സർപ്രൈസ് ആണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ അവിടുത്തെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞായിരുന്നു ഫുൾ മാർക്ക് മേടിക്കുകയാണെങ്കിൽ ഒരു സർപ്രൈസ് തരടാന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇവങ്ങും പോയിട്ട് ഫുൾ മാർക്ക് മേടിച്ച് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞ് ഞാൻ കുടുങ്ങിപ്പോയി. അതുകൊണ്ട് ഇത്തവണ ഏതാ ഞാൻ ഇനി ഇങ്ങനത്തെ സർപ്രൈസുകളേ പറയത്തില്ല. അങ്ങനെ അവൻ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ അവനതൊക്കെ എടുത്ത് വേഗം ഓടുകയാണ് കേട്ടോ. അവൻ ഫസ്റ്റ് വീട്ടിലെത്തി ഇത് തുറന്ന് നോക്കണം, അപ്പോൾ വരണം, മമ്മീനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ഓടുന്ന ഓട്ടമാണ് ഈ കാണുന്നത്. കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അവൻ ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ വീട്ടിൽ ചെന്ന് അവനോട് ഓപ്പൺ ആക്കി കൊടുത്തു. അപ്പോൾ അവന് അത് പൊളിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാനത് ഓപ്പൺ ആക്കി കൊടുത്തു. പിന്നെ ആശം തന്നെ പെട്ടിയൊക്കെ തുറന്ന് പൊളിക്കുക കേട്ടോ. അപ്പം അവിടെ ഗിഫ്റ്റ് ഉണ്ടെന്ന് നോക്കാം. അവൻ കുറേ നാളെ എന്നോട് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ വേണ്ട എന്നൊക്കെ പറയുന്ന കേട്ടോ. എന്നോട് ഇങ്ങനെ പറയാറുണ്ട് അമ്മേ കുറേ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചു തരുമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ. അപ്പോൾ ഞാൻ കടയിൽ പോയിട്ടൊരു കുറേ സ്റ്റിക്കേഴ്സ് അത് ബുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന ചെറിയ കുറേ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മറ്റേ പേന പെൻസിൽ എന്ന് പറയുന്ന സംഭവമില്ലേ, ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു എയറോപ്ലെയിൻ്റെ അല്ലെങ്കിൽ എയറോപ്ലെയിനൊക്കെ ഭയങ്കര ഇഷ്ടം. ആ ഒരു ടൈപ്പിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെ ഇറേസറും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആളെന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ. അടിപൊളി.